നമ്മുടെ അയൽക്കാരനായിട്ടുള്ള ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്നും നമ്മുടെ സ്വന്തം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്നും മെജല്ലനിക് ക്ലൗഡിൽ നിന്നും അതുപോലെ തന്നെ ഡ്വാർഫ് ഗാലക്സികളിൽ നിന്നും ഒക്കെ തന്നെ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എക്സ്റേ സിഗ്നലുകൾ നിരന്തരം ഭൂമിക്ക് ചുറ്റുപാടും എത്തിച്ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത് 2000 ആണ്ടിൻ്റെ ആദ്യമാണ്. 1999 ഡിസംബർ 10 വിക്ഷേപിച്ച യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ XMM ന്യൂട്ടൺ ടെലസ്കോപ്പും നാസയുടെ ഫെർമി ഗ്യാമ എക്സ്റേ ടെലസ്കോപ്പും എല്ലാം തന്നെ ഇത്തരത്തിൽ പല ഗാലക്സികളെയും കുറിച്ച് പഠിക്കുന്ന സമയത്താണ് എങ്ങനെയാണ് ഇത്രയും മിസ്റ്റീരിയസ് ആയിട്ടുള്ള എക്സ്റേ സിഗ്നലുകൾ ഗാലക്സികളുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് വരുന്നത് എന്ന് അതിശയിച്ചു പോയി. ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ട് 2 ദശകങ്ങൾ പോലും ആയിട്ടില്ല. എന്നാൽ ബ്ലാക്ക് ഹോളുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗാലക്സികളുടെ സെൻറ്ററിൽ നിന്നും മറ്റും ഇത്തരം എക്സ്റേ സിഗ്നലുകൾ ഫെയിൻ്റായിട്ട് വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ഗവേഷകർ ISROയുടെ നേതൃത്വത്തിൽ ഒരു വളരെ യുണീക്കായിട്ടുള്ള വളരെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള എക്സ്റേ ഡിറ്റക്ടർ വികസിപ്പിക്കുകയായിരുന്നു. 2024 ജനുവരി 1 ആഘോഷിക്കുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം തന്നെ പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള തിരക്കിലായിരുന്നു. എന്നാൽ ISROയുടെ ഗവേഷകർ ആ സമയവും PSLV C58 എന്ന് പറയുന്ന ഇന്ത്യയുടെ പടക്കുതിരയുടെ ഏറ്റവും മുകളിൽ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റിനെ ഘടിപ്പിച്ചിട്ട് അതിനെ വിക്ഷേപിക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലായിരുന്നു. ബ്ലാക്ക് ഹോളുകളിൽ നിന്നും മറ്റും വരാൻ സാധ്യതയുള്ള എക്സ്റേ സിഗ്നലുകളെക്കുറിച്ച് പഠിക്കാൻ കഴിയുന്ന ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത ഒരു സാറ്റലൈറ്റാണ് എക്സ്റേ പൊളാരിമെട്രി ഒബ്സർവേറ്റർ. ഇങ്ങനെ പറയപ്പെടുന്ന പോളറൈസേഷന്റെ സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റുകൾ ഇതിനു മുമ്പ് നാസ മാത്രമേ വിക്ഷേപിച്ചിട്ടുള്ളൂ. ലോകത്തിൽ ആദ്യമായി ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു പൊളാരിമെട്രിക് ഒബ്സർവേറ്റർ സ്പേസിലേക്ക് അയക്കുന്ന 2ാമത്തെ രാജ്യമായി പുതുവർഷം പിറന്ന് 9 മണിക്കൂർ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇന്ത്യ മാറുകയും അതിൻ്റെ ക്രെഡിറ്റ് ISROയുടെ കയ്യിലേക്ക് പോവുകയും ചെയ്തു. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എക്സ്റേ ആസ്ട്രോണമിയെ കുറിച്ചാണ്. നിങ്ങളധികം കേട്ടിട്ടില്ലാത്ത എന്നാൽ രസകരമായ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയ ഒരു നെടുനീളൻ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടുപോകുന്ന സമയത്ത് വളരെ ഡിഫറൻ്റായ ക്യൂരിയസ് ആയിട്ടുള്ള പല മേഖലകളിലേക്കും ഗ്രാജ്വലി നമ്മൾ കടക്കുന്നതായിട്ട് കാണാം. ഹായ് ഫ്രണ്ട്സ്, 2024 ആരംഭിക്കുമ്പോഴുള്ള JR സ്റ്റുഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ബഹിരാകാശ ശാസ്ത്രത്തിലെ പല സുപ്രധാനമായ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നിൽ ഔട്ടർ സ്പേസിൽ നിന്ന് വരുന്ന മിസ്റ്റീരിയസ് ആയിട്ടുള്ള കണങ്ങൾ പലപ്പോഴും ഹേതുവായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബഹിരാകാശത്തിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പല സോഴ്സുകളും പിന്നീട് നമ്മൾ തിയറിറ്റിക്കലി കണ്ടെത്തുകയും നേരിട്ട് ഒബ്സർവ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. 2019 ആദ്യമായിട്ടൊരു ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രം എടുത്തതുപോലും ഇത്തരത്തിലുള്ള ചില അനുമാനങ്ങളുടെ ആകെത്തുകയായിരുന്നു. 1895 കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ജർമ്മൻ ഗവേഷകനായിട്ടുള്ള വിൽഹം റോൺജൻ ഒരു തണുത്ത രാത്രിയിൽ തൻ്റെ വീട്ടിൽ ഒരു ലാബിലിരുന്നു കൊണ്ട് ശൂന്യത നിറച്ച ഒരു ട്യൂബിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ട്യൂബിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് ഇലക്ട്രോഡ് ഘടിപ്പിക്കുകയും അതിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ട് കാഥോഡെന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരുന്ന കിരണങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ശൂന്യത നിറച്ച ട്യൂബിനകത്തുള്ള കാഥോഡിൻ്റെ ഭാഗത്ത് നിന്ന് തിളക്കമുള്ള പ്രകാശം പുറത്തേക്ക് വരും എന്ന് തിരിച്ചറിഞ്ഞ വിൽഹം റോൺജൻ ആ പ്രകാശത്തെ മറയ്ക്കുന്നതിന് വേണ്ടി ഒരു കറുത്ത തുണി കൊണ്ട് ട്യൂബിനെ മറച്ചു. ഇരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ കറുത്ത തുണി കൊണ്ട് തൻ്റെ ശൂന്യത നിറച്ച ട്യൂബിനെ മറയ്ക്കുക കൂടി ചെയ്തപ്പോൾ പ്രത്യേകിച്ച് കാര്യമായ പ്രകാശരശ്മികളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ പരീക്ഷണത്തിൻ്റെ ഭാഗമായി ഒരു ഫ്ലൂറസെൻ്റ് വസ്തുവായിട്ടുള്ള ബാരിയം പ്ലാറ്റിനോ സൈനൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം തൻ്റെ മുറിയുടെ ഒരു ഭാഗത്ത് റോൺജൻ പതിച്ചിരുന്നു, അല്ലെങ്കിൽ അവിടെ അടിച്ചിരുന്നു. ഈ ഇരുട്ട് നിറഞ്ഞ കാഥോഡ് റേസിൽ നിന്ന് വരുന്ന രശ്മികളുടെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ കറുത്ത പേപ്പർ കൊണ്ട് പിടിച്ചിരിക്കെ തന്നെ ആ പേപ്പറിൻ്റെ ഭാഗത്ത് തൻ്റെ കൈകളും കടന്ന് ശരീരവും കടന്ന് നേരെ പുറകു ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയ റോൺജൻ ഞെട്ടി. താൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകമായിട്ടുള്ള തിളക്കം ഭിത്തിയിൽ കാണപ്പെടുകയാണ്. മുറിയാകെ ഇരുട്ടാണ്, കറുത്ത തുണി കൊണ്ട് അപ്പാരറ്റസ് മറച്ചിരിക്കുകയാണ്. ഈ കൂരിരുട്ടിൽ എന്തുകൊണ്ടാണ് വെറും ഒരു ഭിത്തി തിളങ്ങുന്നത് എന്നുള്ള അത്ഭുതത്തിനെ പിന്നീട് അദ്ദേഹം ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ ചെന്ന് നിന്നത് കൈകൊണ്ട് മറച്ചിരിക്കുന്ന ആ വാക്വം ട്യൂബിലായിരുന്നു. കാഥോഡ് കിരണങ്ങൾ മാത്രം പ്രതീക്ഷിച്ച റോൺജൻ കണ്ടത് സകലതിനെയും തുരന്നുകൊണ്ട്, തൻ്റെ ശരീരത്തെയും കൈയെയും കറുത്ത പേപ്പറിനെയും തുരന്നുകൊണ്ട് ഭിത്തിയിൽ ചെന്നടിച്ച അദൃശ്യമായിട്ടുള്ള കണങ്ങളാണ്. അന്ന് വരെ ഇതുവരെ ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു ഈ കാണാത്തൊരു കിരണം സകല വസ്തുക്കളെയും തുളച്ചുകൊണ്ട് എങ്ങനെ സഞ്ചരിക്കും എന്നുള്ളത്. ആകെ ആശയക്കുഴപ്പത്തിലായിട്ടുള്ള റോൺജൻ സ്വന്തം ഭാര്യയെ വിളിക്കുകയും
റോൺജനും ഭാര്യയും ചേർന്നുകൊണ്ട് മറ്റ് ചില പദാർത്ഥങ്ങൾ ഈ സോഴ്സിനും ഈ ഫ്ലൂറസെൻ്റ് പദാർത്ഥത്തിനും ഇടയിൽ വച്ചു നോക്കുകയും ചെയ്തു. പലതും വച്ചു, പേപ്പർ വച്ചു, തടി വച്ചു. ഇതിലൊന്നും തന്നെ കാര്യമായിട്ടുള്ള ഒരു മറവ് ഈ കിരണത്തിന് ഉണ്ടാക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ചെറിയ കട്ടിയുള്ള ലോഹത്തടുകളെ പോലും തുളച്ചു കയറി അപ്പുറത്ത് പോകാൻ കഴിയുന്ന ഇത്തരം കിരണങ്ങൾ പിന്നീട് നിന്നത് കട്ടിയുള്ള ചില ലോഹങ്ങൾ വെച്ചപ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം താൻ ഭാര്യയ്ക്കിട്ട് കൊടുത്ത കയ്യിലെ വിവാഹമോതിരം ഉൾപ്പെടെയുള്ള ഭാഗത്തെ ഈ ഒരു സോഴ്സിലേക്ക് വച്ചതിന് ശേഷം ഭിത്തിയിൽ പതിഞ്ഞ ബിംബത്തെ വളരെ ശ്രദ്ധയോടെ നോക്കി. നമ്മൾ കാണുന്ന സാധാരണ രീതിയിലുള്ള മാംസവും ഞരമ്പും ഒന്നുമില്ല. ഒരു വ്യക്തിയുടെ ശരീരത്തിനകത്തുള്ള അസ്ഥികൂടവും കയ്യിലിട്ടിരിക്കുന്ന ലോഹമോതിരത്തിൻ്റെ പതിപ്പ് നിറഞ്ഞൊരു വിചിത്ര രൂപമാണ് ആ ഒരു ഫ്ലൂറസെൻ്റ് ഭിത്തിയിൽ പതിഞ്ഞത്. താൻ തൻ്റെ മരണം കണ്ടുവെന്ന് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞതായിട്ട് രേഖകളുണ്ട്. അതായത് വൈദ്യശാസ്ത്രത്തിനെ ആകമാനം മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തമായിരുന്നു എക്സ്റേയുടേത്. കണ്ടുപിടിച്ച കിരണത്തിന് പേര് പോലും കൊടുക്കാൻ അറിയാതെയാണ് അദ്ദേഹം അതിനെ എക്സ് കിരണം അഥവാ എക്സ്റേ എന്നുള്ള പേര് കൊടുത്തത്. 1901 ലോകത്തിൽ ആദ്യമായി ഭൗതികശാസ്ത്രത്തിന് നോബൽ സമ്മാനം കൊടുക്കുമ്പോൾ അതിനർഹനായതും വിൽഹൻ റോൺജൻ ആയിരുന്നു. താൻ കണ്ടെത്തിയ കണ്ടെത്തൽ അദ്ദേഹം പേറ്റൻ്റ് എടുത്തില്ല, അതിൽ നിന്ന് കോടികൾ ഉണ്ടാക്കിയില്ല. പകരം ശാസ്ത്രലോകത്തിൻ്റെ ഗവേഷണത്തിനും അതിൻ്റെ ഉന്നമനത്തിനും വേണ്ടി വിട്ടു നൽകി. ഇന്ന് എക്സ്റേകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അന്ന് റോൺജൻ ചിന്തിച്ച രീതിയിലുള്ള ചിന്തകളല്ല ഉള്ളത്. പകരം മെഡിക്കൽ ശാസ്ത്രത്ത് അനേകകരമായിട്ടുള്ള ഗവേഷണങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അസ്ഥി സംബന്ധമായ മുഴ സംബന്ധമായ പഠനങ്ങളിലും ശരീരത്തിനകത്തു പോകുന്ന മറ്റന്യപദാർത്ഥങ്ങളെയും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് മുതൽ പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മമായ തലത്തിൽ കടന്നു ചെന്നുകൊണ്ട് വിദൂരമായ വസ്തുക്കളെ പോലും ഒപ്പിയെടുക്കാൻ കഴിയുന്ന എക്സ്റേ ആസ്ട്രോണമിയിലാണ് ഇന്ന് എക്സ്റേയുടെ കണ്ടെത്തൽ പോയി നിൽക്കുന്നത്. അന്നതൊരു ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ആണെന്ന് പോലും തിരിച്ചറിയാത്ത റോൺജന് പിന്നീട് അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. ശാസ്ത്ര സമൂഹം എക്സ്റേകളെ കൊണ്ട് മറ്റനവധി പഠനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എടുക്കുന്ന ആ ഒരു ശ്രേണിയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഗാമാകിരണം കഴിഞ്ഞാൽ ശക്തി കൂടിയ എക്സ്റേകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനുള്ള വിശദീകരണം പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടാണ് ഉണ്ടായത്. നമ്മളൊരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റങ്ങൾക്കകത്ത് ന്യൂക്ലിയസിനോട് അടുത്ത് കിടക്കുന്ന ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജ്ജ വ്യതിയാനമാണ് പലപ്പോഴും എക്സ്റേ കിരണങ്ങളെ പുറപ്പെടുവിപ്പിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും വലിയ രാസപ്രവർത്തനം നടക്കുന്ന പ്രപഞ്ചത്തിൻ്റെ പല ഗോളങ്ങളിലേക്കും പല രൂപങ്ങളിലേക്കും ഇതിൻ്റെ അന്വേഷണം ചെന്നെത്തുകയായിരുന്നു. ഭൂമിയിൽ നിന്നല്ല, ഭൂമിക്ക് പുറത്താണ് ഏറ്റവും കൂടുതൽ എക്സ്റേസിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് ഗവേഷകർ തിരിച്ചറിയുന്നിടത്തുനിന്നാണ് എക്സ്റേ ആസ്ട്രോണമി ആരംഭിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ കോണുകളെ പഠിക്കുക എന്നതിൽ നിന്ന് തുടങ്ങി ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മനുഷ്യന് വളരെ സുരക്ഷിതമായിട്ടുള്ള ഷീൽഡ് ഒരുക്കുക എന്നുള്ള അനവധി മേഖലകളിലേക്ക് നീണ്ടു പരന്ന് കിടക്കുകയാണ് എക്സ്റേ ആസ്ട്രോണമി. ശൂന്യാകാശത്ത് നിന്ന് വരുന്ന എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കാൻ ബഹിരാകാശ സ്ഥാപനങ്ങൾ ഒരുപാട് പേടകങ്ങൾ അയച്ചിട്ടുണ്ട്. എന്നാൽ എക്സ്റേ പൊളാരിമെട്രി എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററി അയച്ച ലോകത്തിലെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ആദ്യം സൂചിപ്പിച്ചിരുന്നു. നാസയുടെയും ഇറ്റലിയുടെയും IXP എന്ന് പറയുന്ന ഒരു ഒബ്സർവേറ്ററിക്ക് ശേഷമാണ് ഇന്ത്യ തമോഗർത്തങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ട് എക്സ്റേ പൊളാരിമെട്രിക് ഒബ്സർവേറ്ററി അയക്കുന്നത്. എന്തുകൊണ്ടാണ് ബഹിരാകാശത്ത് വെച്ചൊരു പൊളാരിമെട്രി ഇത്രത്തോളം കാത്തിരിക്കേണ്ടി വന്നത്? എന്താണ് പോളറൈസേഷൻ എന്നും ആ പോളറൈസേഷൻ സഹായിക്കുന്ന ഉപകരണങ്ങളെക്കുറിച്ചും വ്യത്യസ്ത തരത്തിലുള്ള എക്സ്റേ പൊളാരിമെട്രിക് ഡിവൈസുകളെക്കുറിച്ചും ഒക്കെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ചാൾസ് ഗ്ലൗസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വിൽഹം റോൺജന് ശേഷം ഈ പറയുന്ന എക്സ്റേ കിരണങ്ങൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുന്നത്. അത് തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റ് പ്രകാശകിരണങ്ങൾ സാധാരണ കാണിക്കുന്ന പ്രതിഭാസമായിട്ടുള്ള പോളറൈസേഷൻ എന്ന് പറയുന്ന അതേ പ്രതിഭാസം എക്സ്റേ കിരണങ്ങളും കാണിക്കുന്നുണ്ട് എന്നുള്ള കണ്ടെത്തലായിരുന്നു. നമുക്കറിയാം നമുക്ക് ചുറ്റും എത്രത്തോളം ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനുകൾ ഉണ്ടെന്ന്. റേഡിയോ വേവും മൈക്രോവേവും ഇൻഫ്രാറെഡും വിസിബിളും പിന്നെ അൾട്രാ വയലറ്റും കഴിഞ്ഞാൽ അതിനുശേഷം വരുന്നത് എക്സ്റേയും ഗാമാ കിരണങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകാശം തന്നെയാണ് എക്സ്റേ കിരണങ്ങൾ എന്ന് പറയുന്നത്. ഹൈ എനർജറ്റിക് പ്രകാശം. ഗാമാ കിരണങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശക്തനായിട്ടുള്ള പ്രകാശരശ്മി. പ്രകാശം സഞ്ചരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഏത് ദിശയിലാണോ പ്രകാശം സഞ്ചരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലറായി ഇലക്ട്രിക് ഫീൽഡും ഉണ്ടായിരിക്കും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു വലിയ പ്രകാശകിരണം വരുന്ന സമയത്ത് ആ പ്രകാശരശ്മികൾക്കിടയിൽ പല ദിശയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് പ്രൊപ്പഗേറ്റ് ചെയ്യുക. ഇപ്പോൾ ക്യാമറയ്ക്ക് നേരെ ഒരു പ്രകാശരശ്മി വരുന്നുണ്ടെങ്കിൽ ആ ഒരു ദിശയ്ക്ക് പെർപെൻഡിക്കുലറായിട്ട് ഏകദേശം സാധ്യമായ എല്ലാ ദിശകളിലും ഇലക്ട്രിക് ഫീൽഡ് നിലനിൽക്കും. ഇത്തരം കിരണങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് അൺപോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ എൻ്റെ മുഖത്ത് ഈ റിംഗ് ലൈറ്റിൽ നിന്ന് അടിക്കുന്ന പ്രകാശവും സൂര്യപ്രകാശവും എല്ലാം തന്നെ അൺപോളറൈസ്ഡ് ലൈറ്റുകൾക്ക് ഉദാഹരണമാണ്. എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചില LED ടച്ച് ഡിസ്പ്ലേയിലൊക്കെ തന്നെ
പോളറൈസ്ഡ് ലൈറ്റുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതിന് ചില കാരണമുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം വില കൂടിയ സൺഗ്ലാസുകൾ നോക്കിയാൽ മതിയാകും. പോളറൈസറുകളായിട്ട് പ്രവർത്തിക്കുന്ന സൺഗ്ലാസുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഹാർഷായിട്ട് വരുന്ന അൺപോളറൈസ്ഡ് ലൈറ്റിനെ അതിൻ്റെ മെറ്റീരിയലിലൂടെ കടത്തിവിടുമ്പോൾ പോളറൈസ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ചിലപ്പോൾ ലീനിയർ പോളറൈസേഷനാണ് നടക്കുക. അതായത് പല ദിശയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിനെ ഒറ്റ ദിശയിൽ മാത്രമായി റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ട് പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ് പോളറൈസറുകൾ ചെയ്യുന്നത്. സൺഗ്ലാസിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കാറുകളിൽ നിരോധിച്ചിരിക്കുന്ന പോളറൈസ്ഡ് ഷീൽഡുകളും സത്യത്തിൽ പോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലൂടെ പ്രവർത്തിക്കുന്നതാണ്. ചില സമയങ്ങളിൽ നമ്മുടെ LCD മോണിറ്ററുകൾ നിരീക്ഷിക്കുമ്പോൾ പല മോണിറ്ററുകളിലും മീതെ ഉള്ളത് പോളറൈസറുകളാണ്. പല കളറുകളെ കടത്തിവിടുന്ന പോളറൈസ്ഡ് ലെയറുകൾ ഇത്തരത്തിൽ മോണിറ്ററുകളുടെ ഫ്രണ്ടിലും മൊബൈലിൻ്റെ ഫ്രണ്ടിലുമൊക്കെ ചില പ്രത്യേക മോഡൽ ഡിസ്പ്ലേകളിൽ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്, ഒരു ലൈറ്റ് സോഴ്സ് പല ഡയറക്ഷനിൽ ഇലക്ട്രിക് ഫീൽഡ് കാണിച്ചുകൊണ്ടാണ് പ്രകാശവേഗതയിൽ കടന്നു വരുന്നതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നമ്മളതിനെ അൺപോളറൈസ്ഡിനെ പോളറൈസ്ഡ് ലൈറ്റാക്കി മാറ്റിക്കഴിഞ്ഞാൽ ആ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ സ്വഭാവ സവിശേഷത ഉപയോഗിച്ചുകൊണ്ട് ഇത് വന്ന സോഴ്സിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങൾക്ക് നേരെ ഒരു ടോർച്ച് അടിക്കുകയാണ്. ആ ടോർച്ചിൽ നിന്ന് വരുന്ന പോളറൈസ് ചെയ്യപ്പെടാത്ത ലൈറ്റിനെ നിങ്ങൾ പോളറോയിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് പോളറൈസ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റിൽ നിന്നും പ്രകാശം വരാൻ കാരണമായിട്ടുള്ള LED സ്വഭാവ സവിശേഷത നിങ്ങൾക്ക് ആ പോളറൈസ് ചെയ്ത ലൈറ്റിൽ നിന്നും പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ലൈറ്റ്, ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ പ്രകാശത്തിനെ പോലെ തന്നെ എക്സ്റേ കിരണങ്ങൾക്കും ഇത് ബാധകമാണ്. എക്സ്റേ കിരണങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ വരുന്ന എക്സ്റേ കിരണങ്ങൾ പല ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡുള്ള അൺപോളറൈസ്ഡ് എക്സ്റേ കിരണങ്ങളായിരിക്കും. ഈ അൺപോളറൈസ്ഡ് എക്സ്റേ കിരണങ്ങളെ നമ്മൾ പല പദാർത്ഥങ്ങളിലൂടെ കടത്തിവിട്ടുകൊണ്ടോ ചില പ്രത്യേക ആംഗിളുകളിൽ റിഫ്ലക്റ്റ് ചെയ്തുകൊണ്ടോ നമുക്ക് പോളറൈസ്ഡ് ആക്കി മാറ്റാൻ സാധിക്കും. ഇങ്ങനെ പോളറൈസ്ഡ് ആയിട്ട് കിട്ടുന്ന എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിലൂടെ നമുക്ക് ഈ എക്സ്റേ കിരണങ്ങൾ വന്ന സോഴ്സുകളെക്കുറിച്ച് പഠിക്കാൻ കഴിയും. ISROയുടെ എക്സ്പോസാറ്റിനകത്തുള്ള പോളിക്സ്, എക്സ്പെക്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 2 എക്സ്റേയെക്കുറിച്ച് പഠിക്കുന്ന ഉപകരണങ്ങളിൽ എക്സ്പെക്റ്റ് എന്ന് പറയുന്ന ഉപകരണം പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇത്തരത്തിൽ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളൊരു വലിയ വെല്ലുവിളിയാണ്. അതുമാത്രമല്ല, ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നതിനും ചില പ്രത്യേകതകളുണ്ട്. എക്സ്റേകളുടെ സ്വഭാവ സവിശേഷതയും എക്സ്റേകൾ മറ്റ് ലൈറ്റുകളെ പോലെ കാണിക്കുന്ന പോളറൈസേഷൻ പ്രോസസ്സിനെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആസ്ട്രോണമിയിൽ അല്ലെങ്കിൽ ബഹിരാകാശ പഠനത്തിൽ എങ്ങനെയാണ് എക്സ്റേ ഉപയോഗപ്പെട്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് എക്സ്റേ ആസ്ട്രോണമി എന്ന് പറയുന്ന പഠന മേഖലയെക്കുറിച്ച് 1962 എക്സ്ട്രാ സോളാർ സോഴ്സുകളിൽ നിന്നുകൊണ്ട് എക്സ്റേകൾ വരുന്നതായിട്ടുള്ളൊരു പ്രവചനം നടക്കുന്നത്. വെറും പ്രവചനമല്ല, തിയററ്റിക്കൽ പ്രഡിക്ഷൻ. മാത്തമാറ്റിക്കലി നമ്മളിങ്ങനെ ബഹിരാകാശത്ത് സോളാർ സിസ്റ്റത്തിന് പുറത്തു നിന്നുകൊണ്ട് പല സോഴ്സുകളിലും എക്സ്റേകൾ ഉണ്ടാകുന്നുണ്ട് എന്നും ഒരുപാട് ലക്ഷം പ്രകാശവർഷം അകലെ നിന്ന് പോലുമുള്ള സോഴ്സുകളിൽ നിന്നുള്ള എക്സ്റേകൾ ഭൂമിക്ക് പുറത്തുള്ള ഭാഗത്തെത്തും എന്നും ഗവേഷകർ കണ്ടെത്തി. നമ്മുടെ ഭൂമിയുടെ പ്രത്യേകതയും എക്സ്റേയുടെ മറ്റൊരു പ്രത്യേകതയും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമിക്ക് ഇത്രയും വലിയ അന്തരീക്ഷ പാളിയുള്ളത് കൊണ്ട് തന്നെ എക്സ്റേ കിരണങ്ങൾ അത് മറികടന്നുകൊണ്ട് നമ്മുടെ സർഫസിലേക്ക് വരില്ല. അതായത് ഭൂമിയിൽ പുറത്തു നിന്നുള്ള എക്സ്റേ കിരണങ്ങൾ അത്ര പെട്ടെന്ന് കടന്നു വരില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു ഗവേഷണത്തിനും ഭൂമിക്ക് പുറത്ത് എക്സ്റേകൾ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഏതെങ്കിലും പ്രപഞ്ചഗോളത്തിൽ, പ്രപഞ്ച വസ്തുവിൽ എക്സ്റേ കിരണങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ എക്സ്റേ കിരണങ്ങൾ ഹൈഡ്രജനിലൂടെയും ഹീലിയത്തിലൂടെയും വളരെ എളുപ്പം കടന്നു പോവുകയും ചെയ്യും. അതായത് പ്രപഞ്ചത്തിൽ ഏകദേശം 90% നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കളായിട്ടുള്ള ഹൈഡ്രജനും ഹീലിയത്തിനും എക്സ്റേകളെ ബ്ലോക്ക് ചെയ്യാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ നക്ഷത്രങ്ങളിലുണ്ടാകുന്ന അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹോളുകളാണെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന പൾസാറുകളിലും ന്യൂട്രോൺ സ്റ്റാറുകളിലും ഉണ്ടാകുന്ന എക്സ്റേ കിരണങ്ങളെല്ലാം തന്നെ പ്രപഞ്ചത്തിലൂടെ ഇങ്ങനെ അനസ്വയം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതായിരുന്നു വസ്തുത. അപ്പോൾ ഇത്തരത്തിൽ എക്സ്റേകളെ തടഞ്ഞു നിർത്തി അതിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ ചില മെക്കാനിസം വേണം. ഹൈഡ്രജനും ഹീലിയവും അല്ലാത്ത പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എക്സ്റേകളെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്ന കൗണ്ടേഴ്സ്, എക്സ്റേകളെ മെഷർ ചെയ്യാൻ കഴിയുന്ന ഉപകരണങ്ങൾ വേണം. അങ്ങനെ 1962 തിയററ്റിക്കൽ പ്രഡിക്ഷനൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴാണ് ലിഥിയവും ബേരിയവും ഉപയോഗിച്ചുകൊണ്ടുള്ള എൻകൗണ്ടേഴ്സുകൾ ഗവേഷകർ വികസിപ്പിച്ചെടുക്കുന്നത്. അതായത് നമുക്ക് ബഹിരാകാശത്തുള്ള എക്സ്റേ സിഗ്നലുകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി 3 തരത്തിലുള്ള മെത്തേഡുകളാണുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് ബ്രാഗ് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രത്യേക ഡയറക്ഷനിൽ, പ്രധാനമായിട്ടും 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ എക്സ്റേ കിരണങ്ങളെ വ്യതിചലിപ്പിക്കുകയും
അങ്ങനെ വ്യതിചലിപ്പിക്കുന്ന എക്സ്റേ കിരണങ്ങളെ ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം ആ എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നതാണ് ഒന്ന്. വളരെ സെൻസിറ്റീവ് എന്നതും നാരോ ബാൻഡിൽ മാത്രം വർക്ക് ചെയ്യുന്നതുമായിട്ടുള്ളതാണ് ബ്രാഗ് ക്രിസ്റ്റൽ എക്സ്റേ ഡിറ്റക്ടറുകൾ എന്ന് പറയുന്നത്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഇത്തരം സെൻസിറ്റിവിറ്റി കുറഞ്ഞ ചെറിയ രീതിയിലുള്ള ടെക്നോളജി മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്ന എക്സ്റേ എൻകൗണ്ടറുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ തിയററ്റിക്കൽ പ്രഡിക്ഷനൊക്കെ കഴിഞ്ഞ് ഭൂമിക്ക് പുറത്തുള്ള ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് എക്സ്റേ വരുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. SCO X1 എന്ന് പറയുന്ന ഒരു എക്സ്റേ വരാൻ സാധ്യതയുള്ള സോഴ്സിനെ നോക്കിക്കൊണ്ട് അന്ന് ഗവേഷകർ 1968 ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയും അതിലൊരു ബ്രാഗ് ക്രിസ്റ്റൽ എൻകൗണ്ടർ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ SCO X1 നിന്നും എക്സ്റേ കിരണങ്ങളെ കണ്ടെത്താനേ സാധിച്ചില്ല. എന്നാൽ അതേ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു റോക്കറ്റിൽ ക്രാബ് നെബുലയ്ക്ക് നേരെ ഈ ഒരു ഉപകരണത്തെ അയക്കുകയുണ്ടായി. നമുക്ക് ശക്തമായ ടെലസ്കോപ്പ് ഉണ്ടെങ്കിൽ ചിത്രമെടുക്കാൻ വരെ പറ്റുന്ന ഒരു നെബുലയാണ് ക്രാബ് നെബുല. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ലോകത്തിൽ ആദ്യമായി, നമ്മുടെ ഗവേഷണ രംഗത്ത് ആദ്യമായി ഒരു എക്സ്റേ സോഴ്സ് കണ്ടെത്തിയ നെബുല എന്ന് പറയുന്നത് ക്രാബ് നെബുലയായിരുന്നു. 1968 കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് 1974-75 കാലഘട്ടങ്ങളിൽ നാസ വിക്ഷേപിച്ച പിന്നീടുള്ള 2 എക്സ്റേ ഒബ്സർവേറ്ററികളായിരുന്നു. ഒന്ന് ഏരിയൽ 5ഉം മറ്റൊന്ന് OSO-8 എന്ന് പറയുന്ന 2 സാറ്റലൈറ്റുകൾ, 2 ഒബ്സർവേറ്ററികൾ. ഈ ഒബ്സർവേറ്ററികളുടെ സഹായത്തോടുകൂടി പിന്നെയും ഒരുപാട് എക്സ്റേ സോഴ്സുകളെ കുറിച്ചുള്ള പഠനം നടക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ബ്രാഗ് ക്രിസ്റ്റലുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എക്സ്റേ കിരണങ്ങളെ സ്പേസിൽ പഠിക്കുകയാണെങ്കിൽ അതിന് അത്രത്തോളം കൃത്യതയും സെൻസിറ്റിവിറ്റിയും ഒന്നും ഇല്ല എന്നുള്ളത്. കാരണം അത് വളരെ ആദ്യകാലത്തുള്ളൊരു പ്രോട്ടോടൈപ്പ് മോഡൽ പോലെയുള്ള ഒരു എക്സ്റേ കൗണ്ടറാണ്. 1972 റോബർട്ട് നോവിക് എന്ന് പറയുന്ന വ്യക്തി മുന്നോട്ട് വെച്ച ഒരു എക്സ്റേ ഡിറ്റക്ഷൻ മെത്തേഡായിരുന്നു ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ്. 1990 ഗ്യാസ് പിക്സൽ ഡിറ്റക്ടർ എന്ന് പറയുന്ന രൂപത്തിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അപ്പോൾ ബ്രാഗ് ക്രിസ്റ്റൽ മാറ്റി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് നമ്മുടെ കയ്യിലേക്ക് വന്നു. അതാണ് ഫോട്ടോ ഇലക്ട്രിക് എക്സ്റേ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. ഈ ഫോട്ടോ ഇലക്ട്രിക് എക്സ്റേ ഡിറ്റക്ഷൻ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനകത്തുള്ള ഈ ഗ്യാസിലൂടെ നമ്മൾ എക്സ്റേ കിരണങ്ങളെ സ്പേസിൽ നിന്ന് ഡയറക്റ്റ് ചെയ്ത് കടത്തിവിടുന്ന സമയത്ത് ഗ്യാസിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ഉണ്ടാകുന്നു. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ചില സർഫസുകളിൽ വന്ന് വീഴുമ്പോൾ അവിടെ നിന്ന് ഇലക്ട്രോണുകൾ പുറത്തേക്ക് പോകുന്ന ഒരു പ്രതിഭാസമാണ്. ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വിശദീകരിച്ചതിനാണ് ആൽബർട്ട് ഐൻസ്റ്റീന് നോബൽ സമ്മാനം കിട്ടിയത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരത്തിൽ എക്സ്റേ കിരണങ്ങൾ ഹൈ എനർജറ്റിക് ആണ്, അത് ഫോട്ടോണുകളാണ്. ഈ ഫോട്ടോണുകളെ നമ്മൾ പ്രത്യേക തരത്തിലുള്ള ഗ്യാസുകളിലൂടെ കടത്തിവിടുന്നു. ആ ഗ്യാസിനകത്തുള്ള ആറ്റങ്ങളുമായിട്ട് കൊളൈഡ് ചെയ്തുകൊണ്ട് എക്സ്റേ കിരണങ്ങളുടെ എനർജി ഇലക്ട്രോണുകൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ ഇലക്ട്രോണുകൾ അതിൻ്റെ വാല്യൂ പിക്സൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിൻ്റെ വാല്യൂ കണക്കാക്കുന്നു. എന്നിട്ട് സോഴ്സുകളെ പറ്റി പഠിക്കുന്നു. സ്വാഭാവികമായിട്ടും പോളറോമെട്രിക് അനാലിസിസ് വരുമ്പോൾ നമുക്കവിടെ പോളറൈസറിലൂടെ എക്സ്റേ കടത്തിവിടുക, ഈ എക്സ്റേ കിരണങ്ങളെ പോളറൈസ് ചെയ്യുക, ഈ ലീനിയർ പോളറൈസബിലിറ്റി കാണിക്കുന്ന കിരണങ്ങളെ ഗ്യാസിലൂടെ കടത്തിവിടുക, ഈ ഗ്യാസുകൾ ഇലക്ട്രോണുകളെ പുറത്ത് വിടുക, ഈ ഇലക്ട്രോണുകളെ പിടിച്ചെടുക്കുക. ഈ മെത്തേഡാണ് പ്രധാനമായിട്ടും ISROയുടെ എക്സ്പോസാറ്റിനകത്തുള്ളത് എന്നുള്ളതാണ് പ്രത്യേകത. 1990 ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെ ഒരു ആക്ച്വൽ മെത്തേഡാക്കി മാറ്റാൻ, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൽ നിന്നും നല്ലൊരു ഇൻസ്ട്രുമെൻ്റാക്കി മാറ്റി എടുക്കാനെടുത്ത സമയമാണ് സത്യത്തിൽ ബഹിരാകാശ രംഗത്ത് എക്സ്റേ ആസ്ട്രോണമിയിൽ ഉണ്ടായിരുന്ന ഒരു പ്രയാസം. ആ പ്രയാസത്തെ മറികടന്നുകൊണ്ട് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡിലൂടെ പ്രവർത്തിക്കുന്ന എക്സ്റേ ഒബ്സർവേറ്ററിയാണ് എക്സ്പോസാറ്റിലുള്ളത്. പ്രധാനമായിട്ടും എക്സ്പോസാറ്റിലെ പോളിക്സ് എന്ന് പറയുന്ന ഉപകരണം ഈ തരത്തിലുള്ള എക്സ്റേ കിരണങ്ങളെയാണ് പഠിക്കുന്നത്. ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് എന്ന് പറയുമ്പോൾ അതിന് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും കാലിബ്രേഷൻ കപ്പാസിറ്റിയും വേണം എന്നിരിക്കെ നമ്മുടെ കയ്യിൽ ആ ടെക്നോളജി എല്ലാം ഉണ്ട്. വിചാരിക്കുന്ന പോലെ ഹൈ എനർജറ്റിക് കിരണങ്ങളാണ് എക്സ്റേസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഊർജ്ജം കിലോ ഇലക്ട്രോൺ വോൾട്ട് വെച്ച് കണക്കാക്കിയാൽ നമുക്ക് വളരെ ചെറിയ തലത്തിലുള്ള KeV തരംഗങ്ങളെയാണ് ആവശ്യം. കിലോ ഇലക്ട്രോൺ വോൾട്ട് തരംഗങ്ങളെയാണ് ആവശ്യം. ജിഗ ഇലക്ട്രോൺ വോൾട്ടൊക്കെ ഉള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാം. കാരണം അതിന് എനർജി കൂടുതലായതുകൊണ്ട് അത്രത്തോളം കാലിബ്രേഷനും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഡാറ്റയും വേണ്ട. എന്നാൽ നേർത്ത എക്സ്റേ കിരണങ്ങളെ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് പോളിക്സ്. എക്സ്പെക്റ്റ് എന്ന് പറയുന്നത് സ്പെക്ട്രോമീറ്ററും ഈ പറയുന്ന എക്സ്റേ ഡിറ്റക്ഷനും ചേർന്നുകൊണ്ട് കുറച്ചുകൂടി ടൈം എടുത്തുകൊണ്ട് വേറൊരു റേഞ്ചിലുള്ള സിഗ്നലുകളെ കുറിച്ച് പഠിക്കുന്ന മറ്റൊരു ഉപകരണമാണ് നമ്മുടെ എക്സ്പോസാറ്റിലുള്ള. അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് എന്ന് പറയുന്ന ഒരു പുതിയ മെത്തേഡിലൂടെ ISRO എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധികം ഗവേഷകരാരും അല്ലെങ്കിൽ അധികം രാജ്യങ്ങളൊന്നും പരീക്ഷണം നടത്തിയിട്ടില്ലാത്ത എക്സ്റേ കിരണങ്ങളെ ബാഹ്യാകാശത്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു നാൾ വഴിയാണ് ഞാൻ പറഞ്ഞത്. 1990 ശേഷം മാത്രമാണ് ബഹിരാകാശ രംഗത്ത്, പ്രത്യേകിച്ച് എക്സ്റേ ആസ്ട്രോണമിക്കൽ സ്റ്റഡിക്കകത്ത് പുതിയൊരു മെത്തേഡ് വരുന്നത്.
ഈ രണ്ട് മെത്തേഡുകളും അല്ലാതെ ഏറ്റവും ആധുനികമായ എന്നാൽ അത്രത്തോളം സ്പേസിലുള്ള സാറ്റലൈറ്റുകളിലൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു മെത്തേഡാണ് കോംപ്ടൺ മെത്തേഡ്. ഇപ്പോൾ കോംപ്ടൺ മെത്തേഡിൽ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് പോലെ തന്നെ എക്സ്റേ കിരണങ്ങൾ വന്ന് ഒരു പദാർത്ഥത്തിൽ വീഴുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ പദാർത്ഥം ഗ്യാസ് അല്ല, പകരം ലിക്വിഡോ സോളിഡോ ആയിരിക്കും. ലിക്വിഡ് രൂപത്തിലോ സോളിഡ് രൂപത്തിലുള്ള പദാർത്ഥങ്ങളിലേക്ക് എക്സ്റേ കിരണങ്ങൾ വന്ന് വീഴുന്ന സമയത്ത് ആ എക്സ്റേ കിരണങ്ങൾ ഈ പദാർത്ഥത്തിലെ ഇലക്ട്രോണുകൾക്ക് കൊടുക്കുന്ന എനർജിയും മൊമെൻറ്റവും വെച്ചുകൊണ്ട് ഒരു പ്രോബബിലിറ്റി ഉപയോഗിക്കുകയും ആ ഇലക്ട്രോൺ ഉണ്ടാകുന്ന ആംഗിളിൻ്റെയും മറ്റും ചേഞ്ച് മനസ്സിലാക്കിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് എക്സ്റേയെക്കുറിച്ച് പഠിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒന്നാണ് കോംപ്ടൺ മെത്തേഡ് വഴിയുള്ള ഡിറ്റക്ടറുകൾ. അപ്പോൾ ഏറ്റവും ആധുനികം കോംപ്ടൺ ആണ്. അതിന് തൊട്ടു പുറകിലുള്ളത് ഫോട്ടോ ഡിറ്റക്ടറുകളാണ്. ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എക്സ്റേ ഡിറ്റക്ടറുകളാണ്. അപ്പോൾ നമ്മൾ എക്സ്റേകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി എക്സ്റേ പൊളാരിമെട്രി എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നു. ഈ എക്സ്റേ പൊളാരിമെട്രി കാണിക്കുന്ന ഉപകരണത്തിൻ്റെ അകത്ത് തന്നെ ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പുതിയ തരം ഡിറ്റക്ടറുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എക്സ്പോസാറ്റ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്ന ആ മെത്തേഡിനെ കുറിച്ചുള്ള പ്രത്യേകത. അപ്പോൾ ഇതിനകത്തുള്ള വർക്കിങ്ങിനെ കുറിച്ചും പോളറൈസേഷനെ കുറിച്ചും എക്സ്റേ ഡിറ്റക്ടറുകളെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ആസ്ട്രോണമിയെ എങ്ങനെയാണ് എക്സ്റേയെക്കുറിച്ചുള്ള പഠനം സഹായിക്കുന്നത് എന്നുള്ളതിനെ ഡീറ്റെയിൽഡായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുകയാണ്. ആ ഡീറ്റെയിൽഡായിട്ട് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ഇൻട്രോയിൽ സൂചിപ്പിച്ച മിൽക്കി വേയുടെ സെൻറ്ററിൽ നിന്നും ആൻഡ്രോമീഡയുടെ സെൻറ്ററിൽ നിന്നുമൊക്കെ വരുന്ന എക്സ്റേക്ക് കാരണമാകുന്നത് ബ്ലാക്ക് ഹോളുകൾ മാത്രമല്ലെന്നും ഡാർക്ക് മാറ്ററിൻ്റെ ചില പ്രത്യേകത ആണെന്നുമുള്ള നിഗൂഢതകൾ കൂടി നിങ്ങളോട് പറഞ്ഞിട്ട് നമ്മുടെ എക്സ്പോസാറ്റിനെ കുറിച്ചൊരു വലിയ വിശകലനവും അതിൻ്റെ അനിമേഷനും കാണിച്ച് ചൊവ്വ യാത്രയിലേക്ക് പോകുമ്പോൾ എക്സ്റേ കിരണങ്ങൾ എങ്ങനെ മനുഷ്യനെ ബാധിക്കും എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ ഭൂമിക്ക് ഭീഷണിയാകുന്ന അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഭീഷണിയാകാവുന്ന ഗാമാ റേ ബേഴ്സ്റ്റ് പോലെ എക്സ്റേ ബേഴ്സിൻ്റെ പ്രത്യേകതകൾ കൂടി പറഞ്ഞുകൊണ്ടായിരിക്കും ഈ എപ്പിസോഡ് അവസാനിക്കുക. അപ്പോൾ എപ്പിസോഡ് ഒന്നും ആയിട്ടില്ല, കീപ് വാച്ചിങ്. ഇൻ്റർസ്റ്റെല്ലാർ സ്പേസിൽ നിന്ന് വരുന്ന എക്സ്റേ കിരണങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് വളരെ വിചിത്രമായൊരു കാര്യം മനസ്സിലാകുന്നത്. ഓരോ എക്സ്റേ സോഴ്സുകളും പുറത്തുവിടുന്ന എക്സ്റേ സിഗ്നലുകളിൽ അവരുടെ പോളറൈസ് ചെയ്യാൻ കാരണമാകുന്ന വൈബ്രേഷന് ഓരോ പാറ്റേൺ ഉണ്ട്. അപ്പോൾ ഒരു ബ്ലാക്ക് ഹോളോ ഒരു പൾസാറോ ഒരു ന്യൂട്രോൺ സ്റ്റാറോ ഒരു മാഗ്നറ്റാറോ തുടങ്ങി ഏത് വസ്തുക്കളും എക്സ്റേ പുറത്തുവിടാം. ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂട്ടിയിടിച്ചാലും എക്സ്റേ പുറത്തു വരാം. ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം കൂട്ടിയിടിച്ചാലും എക്സ്റേ പുറത്തു വരാം. അങ്ങനെ പല രീതിയിലുള്ള എക്സ്റേകൾ പ്രപഞ്ചത്തിലെ വളരെ വയലൻ്റ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് പുറത്തു വരാം. ഞാൻ പറഞ്ഞു വരുന്നത് ബ്ലാക്ക് ഹോളുകൾക്ക് തന്നെ യുണീക്കായിട്ടുള്ള ചില എക്സ്റേ പാറ്റേണുകളുണ്ട്. ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തു വരുന്ന എക്സ്റേകൾ വൈബ്രേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട്, ഒരു പ്രത്യേക ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ ഇലക്ട്രിക് ഫീൽഡ് തിരിച്ചറിയാനാണ് നമ്മൾ ലീനിയർ പോളറൈസബിലിറ്റി എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ കിട്ടുന്ന എക്സ്റേ കിരണങ്ങളെ ഒരു ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് വരുന്ന രീതിയിൽ ഐസൊലേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ഐസൊലേറ്റ് ചെയ്ത് നമ്മുടെ ഫോട്ടോ ഇലക്ട്രിക് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പഠിക്കുന്ന ഡിറ്റക്ടറുകളിൽ വീഴുമ്പോൾ ആ പിക്സലുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൽ വന്ന് വീഴുന്ന സിഗ്നലുകളുടെ ഇമേജും ആ ഗ്രാഫും ഉപയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് വരുന്ന എക്സ്റേ സിഗ്നലുകളാണോ എന്ന് തിരിച്ചറിയാൻ ശാസ്ത്രലോകത്തിന് സാധിക്കും. ഒരു തവണ പിടിച്ചെടുത്ത എക്സ്റേ സിഗ്നലുകളുടെ ആ യുണീക്ക് നേച്ചർ, അതിൻ്റെ സിഗ്നേച്ചർ ഉപയോഗിച്ചുകൊണ്ട് പിന്നെയും അതിനെക്കുറിച്ച് നിരന്തരം പഠിക്കുന്നതിനും ഈ പഠനത്തിലൂടെ ബ്ലാക്ക് ഹോളുകളുടെ ഷേപ്പ്, സ്ട്രക്ചർ, സ്പിന്നിങ്, മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഗവേഷണം നടത്താനും ശാസ്ത്രജ്ഞർക്ക് സാധിക്കും. അതായത് നമ്മൾ ആദ്യമായി ബ്ലാക്ക് ഹോളുകളുടെ ചിത്രമെടുത്തു എന്നത് മാറ്റി നിർത്തിയാൽ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്ന പല കാര്യങ്ങളെയും അതിൽ നിന്ന് പുറത്തു വരുന്ന എക്സ്റേ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ന്യൂട്രോൺ സ്റ്റാറുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്, പൾസാറുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെ മാഗ്നറ്റാറുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇവയിൽ നിന്നൊക്കെ വരുന്ന ഫീൽഡുകൾക്ക്, അതായത് എക്സ്റേ പ്രസൻസുകൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ആദ്യം ഞാൻ ബ്ലാക്ക് ഹോളുകളിൽ നിന്ന് പുറത്തു വരുന്ന എക്സ്റേകളുടെ പ്രത്യേകത പറഞ്ഞുതരാം. ഒരു ബ്ലാക്ക് ഹോൾ എടുത്താൽ, ഉദാഹരണത്തിന് ഇൻ്റർസ്റ്റെല്ലാർ സിനിമയിൽ കാണുന്ന ഗാഗാൻജോ എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ഹോൾ തന്നെ നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഹോൾ സങ്കല്പിക്കാൻ പറഞ്ഞത് എളുപ്പത്തിന് വേണ്ടിയാണ്. സൂര്യനേക്കാൾ വളരെയധികം മാസ് കൂടിയ നക്ഷത്രങ്ങൾ അവരുടെ ഇന്ധനം കത്തിത്തീരുമ്പോൾ ആ മാസ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാവിറ്റി മൂലം ഇറ്റ്സെൽഫ് കൊളൈഡ് ചെയ്യുന്നതാണ് സത്യത്തിൽ ബ്ലാക്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാവുന്നത്. സാധാരണ ഹൈഡ്രജൻ ഫ്യൂഷൻ റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നക്ഷത്രത്തിന് അങ്ങനെ സംഭവിക്കാത്തതിന് പ്രധാന കാരണം അവിടെ നിന്ന് ഔട്ടർ റേഡിയേഷൻ പ്രഷർ ഉള്ളതുകൊണ്ടാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നതുകൊണ്ടാണ്. എന്നാൽ അതിനകത്തുള്ള ഹൈഡ്രജൻ എല്ലാം ഹീലിയമായി ഏകദേശം മാറുകയും പിന്നീട് ഹീലിയത്തിന് മറ്റു മൂലകങ്ങളായി മാറാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇത് ചുവന്ന ഭീമനായി മാറുന്നതും അതിനുശേഷം പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നത്.
അപ്പോൾ അതിന് ചന്ദ്രശേഖർ ലിമിറ്റ് എന്ന് പറയുന്ന പ്രത്യേക ലിമിറ്റൊക്കെ വെച്ച് നമ്മൾ വിശദീകരിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഒരു ബ്ലാക്ക് ഹോൾ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിന് പ്രധാനമായിട്ടും ചില സ്ട്രേഞ്ച് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് ഹോളിനെ സംബന്ധിച്ച് ഏറ്റവും ക്യൂരിയസ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ സിംഗുലാരിറ്റി എന്ന് പറയുന്നത്, ഏറ്റവും സെൻട്രൽ ഭാഗം, പ്രകാശത്തിന് പോലും പുറത്ത് കിടക്കാൻ കഴിയാത്തൊരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗമാണ് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ട് നമുക്കറിയാവുന്ന കാര്യം. ഈ സിംഗുലാരിറ്റിയിലേക്ക് കടക്കാനുള്ള അതിർത്തിയെ പറയുന്ന പേരാണ് ഈവൻ ഹൊറൈസൺ. ഈവൻ ഹൊറൈസൺ കഴിഞ്ഞു പോകുന്ന വസ്തുക്കൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി നമുക്കറിയില്ല. കാരണം പ്രകാശത്തിനെ പോലും പുറത്തു വിടാൻ കഴിയാത്ത രീതിയിൽ അതിൻ്റെ ഗ്രാവിറ്റി സ്പേസ് ടൈമിനെ വലിച്ചകത്തേക്ക് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ സിനിമയെ കണ്ട പോലെ ഈ ബ്ലാക്ക് ഹോളിനെ പേടകം ചുറ്റുന്നുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് ബ്ലാക്ക് ഹോളിനെ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും ചുറ്റുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബ്ലാക്ക് ഹോളുകൾ ഇറ്റ്സെൽഫ് ഒന്നും പുറത്ത് വിടുന്നില്ല. പ്രകാശം എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ്റേയും ഗാമയും വിസിബിൾ ലൈറ്റും എല്ലാം വരും. അപ്പോൾ ബ്ലാക്ക് ഹോളുകൾ ഒന്നിനെയും പുറത്ത് വിടുന്നില്ല. പകരം ബ്ലാക്ക് ഹോളിലേക്ക് വീഴാനായിട്ട് ശ്രമിക്കുന്ന വസ്തുക്കളെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു അക്രഷൻ ഡിസ്ക് എന്ന് പറയുന്ന ഡിസ്ക് ഉണ്ട്. ഇപ്പോൾ ഈ ഈവൻ ഹൊറൈസൺ കടന്നു പോകാൻ വസ്തുക്കളൊക്കെ തന്നെ വളരെ വേഗത്തിൽ ബ്ലാക്ക് ഹോളുകളെ പ്രകാശ വേഗതയുടെ അടുത്ത വേഗത്തിൽ ചുറ്റുകയാണ് ചെയ്യുന്നത്. ഈ ചുറ്റുന്ന സമയത്ത് അത് ശക്തമായ ചൂട് അവിടെ രൂപപ്പെടുകയും തെർമൽ എമിഷൻ മൂലം എക്സ്റേകൾ ഈ പദാർത്ഥങ്ങളിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. പ്രകാശം മാത്രമല്ല, വിഴുങ്ങിയ മറ്റ് നക്ഷത്രങ്ങളായിരിക്കാം, നെബുലയിലുള്ള പൊടിവെള്ളങ്ങളായിരിക്കാം, ഹൈഡ്രജൻ വാതകമായിരിക്കാം, അങ്ങനെ പ്രപഞ്ചത്തിലുള്ള ഏത് വസ്തുക്കളും ബ്ലാക്ക് ഹോളിനെ ചുറ്റി ഈവൻ ഹൊറൈസൺ കടന്നകത്തേക്കാണ് പോകുന്നത്. ഈ ചുറ്റുന്ന അക്രഷൻ ഡിസ്കിൻ്റെ ചൂട് മൂലമാണ് തെർമൽ എമിഷൻ മൂലമുള്ള എക്സ്റേകൾ ബ്ലാക്ക് ഹോളിൽ ഒരു രീതിയിൽ ഉണ്ടാകുന്നത്. നക്ഷത്രങ്ങൾക്ക് പൊതുവെ കാണപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് കൊറോണ. അപ്പോൾ അക്രഷൻ ഡിസ്കിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപ് ബ്ലാക്ക് ഹോളുകൾക്ക് ചുറ്റും കാണപ്പെടുന്ന വലിയൊരു വലയത്തെയാണ് കൊറോണ എന്ന് വിളിക്കുന്നത്. അക്രഷൻ ഡിസ്കിനേക്കാൾ വളരെയധികം ചൂട് കൂടിയ ഇത്തരം പ്രദേശങ്ങളിലാണ് ഏറ്റവും അധികം താപനില ഉയരുന്നതും 10,000 മടങ്ങ് മില്യൺ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസായി ഉയരുകയും അവിടെ നിന്ന് തെർമൽ എമിഷനിലൂടെ മറ്റൊരു സിഗ്നേച്ചറുള്ള എക്സ്റേ കിരണങ്ങൾ ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും. ഈ രണ്ട് തരത്തിലുള്ള എക്സ്റേ സിഗ്നലുകൾ മാത്രമല്ല ബ്ലാക്ക് ഹോളിൽ നിന്ന് വരുന്നത്. അതാണ് രസം. ബ്ലാക്ക് ഹോളുകളുടെ അക്രഷൻ ഡിസ്കിന് പെർപെൻഡിക്കുലറായിട്ട്, ഇപ്പോൾ നമ്മൾ നക്ഷത്രം എടുത്താൽ അതിന് പോൾസ് ഉണ്ടല്ലോ, ഭൂമിക്ക് സൗത്ത് പോളും നോർത്ത് പോളും ഉള്ളതുപോലെ സൂര്യനുമുണ്ട് 2 പോളുകൾ കറങ്ങുന്നതിൻ്റെ ഒരു ഡയറക്ഷൻ വെച്ച്. ബ്ലാക്ക് ഹോളുകൾക്കുമുണ്ട്, ബ്ലാക്ക് ഹോളുകൾ സ്പിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്ലാക്ക് ഹോളുകളുടെ അക്രഷൻ ഡിസ്കിന് പെർപെൻഡിക്കുലറായിട്ട് പുറത്തേക്ക് തെറിക്കുന്ന എനർജറ്റിക് ജെറ്റുകളുണ്ട്. ഈ ജെറ്റുകൾ ഗാമ, എക്സ്റേ പോലെയുള്ള കിരണങ്ങളെ പുറത്തുവിടും. ഏതാനും സെക്കൻഡുകളും മിനിറ്റുകളും മാത്രം നീണ്ടു നിൽക്കുന്നവയല്ല. പകരം ബ്ലാക്ക് ഹോളിൽ വയലൻ്റായിട്ട് ഓരോ പദാർത്ഥം പ്രവേശിക്കുമ്പോഴും അതിന് പെർപെൻഡിക്കുലറായിട്ട് എനർജി പുറത്തു പോകുന്ന പ്രതിഭാസമാണ് ബ്ലാക്ക് ഹോൾ ജെറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്പിന്നിങ് ബ്ലാക്ക് ഹോളുകളായതുകൊണ്ട് തന്നെ ഈ റൊട്ടേറ്റ് ചെയ്യുന്ന ജെറ്റുകൾക്ക് പുറത്തുവിടാൻ കഴിയുന്ന എക്സ്റേയുടെ പവർ വളരെ കൂടുതലായിരിക്കും, എനർജി വളരെ കൂടുതലായിരിക്കും. സിങ്ക്രോട്രോൺ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെയാണ് അത്തരം എക്സ്റേ കിരണങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഈ ജെറ്റുകളെ, ഗാമാറേ ബേഴ്സ്റ്റ് പോലെയുള്ള ബേഴ്സ്റ്റിന് തുല്യമായ അതിനേക്കാൾ എനർജി കുറഞ്ഞ എക്സ്റേ ബേഴ്സ്റ്റുകളെ ബ്ലാക്ക് ഹോളുകൾ പുറത്തു വിടുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന എക്സ്റേകൾ അതിശക്തമായ ഊർജ്ജമുള്ളതും വേറൊരു തരത്തിലുള്ള എനർജി സിഗ്നേച്ചർ ഉള്ളതുമായിരിക്കും. ഈ 3 കഴിഞ്ഞില്ല, ഹൈപ്പോതെറ്റിക്കലായിട്ട് 4ാമത്തെ ഒരു ടൈപ്പ് എക്സ്റേ പുറത്തു വിടുന്നുണ്ടെന്ന് ഗവേഷകർ തിയററ്റിക്കലി പറയുന്നുണ്ട്. അതാണ് ഹോക്കിംഗ് റേഡിയേഷൻ. ഹോക്കിംഗ് റേഡിയേഷനെ കുറിച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രകാശവും മറ്റ് പദാർത്ഥങ്ങളും സബറ്റോമിക് പാർട്ടിക്കിളുകളും ഒക്കെ തന്നെ ബ്ലാക്ക് ഹോളിൻ്റെ ഈവൻ ഹൊറൈസൺ എന്ന് പറയുന്ന അതിർത്തി കടന്ന് സിംഗുലാരിറ്റിയിലേക്ക് കടക്കുന്ന ആ ഒരു അതിർത്തി ഉണ്ടല്ലോ, ഈ ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് വെച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ 2ആയിട്ട് സ്പ്ലിറ്റ് ആകുമെന്നും 2 തലത്തിലേക്ക് സ്പ്ലിറ്റ് ആകുമെന്നും പാർട്ടിക്കിളും ആൻറ്റി പാർട്ടിക്കിളും ഒക്കെ ആയിട്ട് സ്പ്ലിറ്റ് ആകും എന്നുള്ളൊരു ഹൈപ്പോത്തസിസ് ആണ് ഹോക്കിംഗ് റേഡിയേഷൻ എന്ന് പറയുന്നത്. സ്റ്റീഫൻ ഹോക്കിംഗ് മുന്നോട്ട് വെച്ച ഒരു ഹൈപ്പോത്തസിസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ടിക്കിൾ 2ആയിട്ട് സ്പ്ലിറ്റായി, കൗണ്ടർ പാർട്ടായിട്ട് സ്പ്ലിറ്റായി, അതിൻ്റെ ഒരു ഭാഗം ഈവൻ ഹൊറൈസൺ കടന്ന് സിംഗുലാരിറ്റിയിൽ അകത്തേക്ക് പോകുമ്പോൾ മറ്റൊരു ഭാഗം ഒരു പ്രത്യേക രീതിയിൽ ഇവാപ്പറേറ്റ് ചെയ്ത് ഹോക്കിംഗ് റേഡിയേഷനായിട്ട് പ്രപഞ്ചത്തിലേക്ക് ഇങ്ങനെ വ്യാപിക്കുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ, അനിഹിലേഷന് വിപരീതമായൊരു സംഭവം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ, അങ്ങനെ ഉണ്ടാകുന്ന പ്രത്യേക ടൈപ്പ് ഹോക്കിംഗ് റേഡിയേഷന് തുല്യമായ എക്സ്റേകളും ബ്ലാക്ക് ഹോളിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നതാണ് ബ്ലാക്ക് ഹോളുകളും എക്സ്റേകളും തമ്മിലുള്ള പ്രധാനപ്പെട്ട പ്രത്യേകത. ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്ന ഒരു സ്ട്രേഞ്ച് വസ്തുവിന് തന്നെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത 4 ടൈപ്പ് എക്സ്റേകൾ പുറത്തുവിടാനുള്ള ശേഷിയുണ്ട്. അങ്ങനെ പുറത്തുവിടുന്ന എക്സ്റേകളെ പിടിച്ചെടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ ബഹിരാകാശ സ്ഥാപനത്തിനോ ഉണ്ടെങ്കിൽ, ബ്ലാക്ക് ഹോൾ സ്റ്റഡിയിൽ അത് നടത്തുന്ന വിപ്ലവം ചെറുതല്ല. അതുകൊണ്ടാണ് ISRO എക്സ്പോസാറ്റിൽ പ്രധാനമായിട്ടും ബ്ലാക്ക് ഹോളിനെ കുറിച്ച് പഠിക്കാനായിട്ട് പോളിക്സിനെയും എക്സ്പെക്റ്റും അടങ്ങിയ 2 പേലോഡുകളെ 650 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭൂമിക്ക് ചുറ്റുപാടുമുള്ള 6 ഡിഗ്രി ഇൻക്ലിനേഷനിലേക്ക് പ്രവേശിച്ചത്.
ഇനി നമുക്ക് എക്സ്പോസാറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങാനുള്ളൊരു റീസൺ എന്ന് പറഞ്ഞാൽ എക്സ്പോസാറ്റ് മിഷനെ കുറിച്ച് മനസ്സിലാക്കാനായിരിക്കും. എന്നാൽ ഇന്ത്യയുടെ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന മിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് ന്യൂസ് ചാനലുകളിലും മറ്റ് യൂട്യൂബ് ചാനലുകളിലും ഒക്കെ തന്നെ ഇൻഫർമേഷൻ കിട്ടും. ISROയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അതിനേക്കാളേറെ ഒരുപാട് കാര്യങ്ങൾ എക്സ്റേയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ഈ എപ്പിസോഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഹാഫ് കഴിയുന്ന സമയത്ത് ISROയുടെ മിഷനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നും ജനുവരി 1 തീയതി രാവിലെ 9 മണിക്ക് ശേഷം കുതിച്ചുയർന്ന PSLV C-58 PS4 എന്ന് പറയുന്ന സ്റ്റേജിന് തൊട്ടു മുമ്പാണ് എക്സ്പോസാറ്റിനെ 650 കിലോമീറ്റർ ഹൈറ്റിലുള്ള 6 ഡിഗ്രി ഇൻക്ലിനേഷനിലേക്ക് കിഴക്ക് ദിശയിലേക്ക് വിക്ഷേപിക്കുന്നത്. അപ്പോൾ 650 കിലോമീറ്റർ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ എർത്ത് ഓർബിറ്റിന് തൊട്ട് മുകളിലേക്ക് വരുന്നൊരു ഓർബിറ്റാണ്. അവിടെ നിന്നുകൊണ്ട് ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, 50ഓളം സോഴ്സുകൾ ISRO സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സോഴ്സുകളെ മാറി മാറി കൃത്യമായി ഗവേഷണം ചെയ്തിട്ട് എക്സ്റേ സിഗ്നലുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് എക്സ്പോസാറ്റിനകത്തുള്ള ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് വഴി പ്രവർത്തിക്കുന്ന എക്സ്റേ പൊളാരിമെട്രിക് ഡിറ്റക്ടറുകളുടെ ഡ്യൂട്ടി എന്നുള്ളതാണ് വസ്തുത. ഈ 650 കിലോമീറ്റർ മുകളിൽ പോയി എക്സ്പോസാറ്റിനെ വിട്ടതിന് ശേഷം PSLV പേലോഡ് എക്സ്പെരിമെൻ്റ് മൊഡ്യൂൾ എന്ന് പറയുന്ന POEM 3 എന്ന് പറയുന്ന ഒരു മിഷനിലൂടെ ISRO വീണ്ടും ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് താഴ്ന്നു വന്നിട്ട് ഏകദേശം ഒരു 300-350 കിലോമീറ്റർ ഹൈറ്റുള്ള ഓർബിറ്റിലേക്ക് 10ഓളം പേലോഡുകൾ അടങ്ങിയ മറ്റൊരു വസ്തുവിനെ കൂടി എത്തിക്കുകയുണ്ടായി. മറ്റൊരു സാറ്റലൈറ്റ് സിസ്റ്റത്തെ കൂടി എത്തിക്കാൻ ISROയ്ക്ക് സാധിച്ചു. POEM 3 എന്ന് പറയുന്ന വേറൊരു 10 പേലോഡുകൾ അടങ്ങിയ ഒരു മിഷൻ കൂടി അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യം 650 കിലോമീറ്റർ പോവുക, പിന്നെ അത് കഴിഞ്ഞിട്ട് 4ാമത്തെ PSLVയുടെ സ്റ്റേജ് ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് വരിക, ആ താഴേക്ക് വന്നതിനെ കൃത്യമായി കൺട്രോൾ ചെയ്തിട്ട് അവിടെ താഴേക്ക് വരുന്ന വേഗതയിൽ തന്നെ 350 കിലോമീറ്റർ ഹൈറ്റിൽ തന്നെ 10ഓളം പേലോഡുകൾ അടങ്ങിയ ഈ PS4 എന്ന് പറയുന്ന സ്റ്റേജിൻ്റെ സഹായത്തോടു കൂടി POEM 3യെ എത്തിക്കുക എന്ന് പറയുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മിഷൻ കൂടി ISRO ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിലവിൽ നമ്മളിനി ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കാൻ പോകുന്ന 2ാമത്തെ രാജ്യമാണ്. ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കുന്ന പൊളാരിമെട്രിക് ഒബ്സർവേറ്ററി ഉള്ള 2ാമത്തെ രാജ്യമാണ് എന്നുള്ളതാണ് ഈ മിഷനിലൂടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കി അതിൻ്റെ ഹെവി ഡീറ്റെയിലുകളും അനിമേഷനുകളും ഒക്കെ തന്നെ നിങ്ങൾക്ക് പബ്ലിക്കലി അവൈലബിൾ ആണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇതിനോടൊപ്പം ആഡ് ചെയ്യുകയാണ്. ഞാൻ വീഡിയോയുടെ ആദ്യം ഒരു നിഗൂഢമായ കാര്യം പറഞ്ഞിരുന്നു. യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച XMM ന്യൂട്ടൺ എന്ന് പറയുന്ന എക്സ്റേ ടെലസ്കോപ്പും നാസയുടെ ഫെർമി ഗാമ ടെലസ്കോപ്പും വിചിത്രമായ ഒരു എക്സ്റേ സിഗ്നൽ മിൽക്കി വേ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്നും ആൻഡ്രോമീഡയുടെ സെൻറ്ററിൽ നിന്നും അതുപോലെ തന്നെ മെജല്ലനി ക്ലൗഡിൽ നിന്നും ഡ്വാർഫ് ഗാലക്സികളിൽ നിന്നും ഒക്കെ തന്നെ കണ്ടെത്തി എന്നുള്ളത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇൻഡിപെൻഡൻറ്റ് കണ്ടെത്തലുകളാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ XMM ന്യൂട്ടൺ കണ്ടെത്തിയത് ആൻഡ്രോമീഡ ഗാലക്സിയുടെ സെൻറ്ററിൽ നിന്ന് വരുന്ന സ്ട്രേഞ്ച് ആയിട്ടുള്ള എക്സ്റേ കിരണമാണ്. അതേസമയം ഫെർമി ഗാമ എക്സ്റേ ടെലസ്കോപ്പ് കണ്ടെത്തുന്നത് നമ്മുടെ സ്വന്തം ഗാലക്സി ആയിട്ടുള്ള മിൽക്കി വേയുടെ സെൻറ്റർ ഭാഗത്ത് അവിടെ നിന്നൊക്കെ തന്നെ എക്സ്റേ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ബ്ലാക്ക് ഹോളുകൾ, മാഗ്നറ്റാറുകൾ, പൾസാറുകൾ, ന്യൂട്രോൺ സ്റ്റാറുകൾ എന്നിവയിൽ നിന്ന് പുറത്തു വരുന്ന എക്സ്റേകൾക്ക് പുറമെയോ അവർ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ബേഴ്സ്റ്റുകൾക്ക് പുറമെയോ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന 80% ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഡാർക്ക് മാറ്റർ പോലെയുള്ള കണങ്ങളും എക്സ്റേ കിരണങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട് എന്നുള്ളൊരു പഠനം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗാലക്സികളുടെ സെൻറ്ററിലേക്ക് നോക്കുമ്പോൾ മറ്റൊരു സോഴ്സിലും ബ്ലാക്ക് ഹോൾ പോലെയുള്ള ഒരു സോഴ്സിലും കാണാത്ത സിഗ്നേച്ചറുള്ള, ഞാൻ പറഞ്ഞു എക്സ്റേക്ക് സിഗ്നേച്ചറുണ്ട്, സിഗ്നേച്ചറുള്ള തരത്തിലുള്ള കണങ്ങൾ ഒരുപക്ഷെ വരുന്നത്. അതായത് ഈ ഡാർക്ക് മാറ്റർ എന്ന് പറയുന്നത് 1930കളിൽ തിയററ്റൈസ് ചെയ്തതും അതിനുശേഷം ഇതുണ്ടാകാമെന്ന് ഏറെക്കുറെ തിയററ്റിക്കലി കണ്ടെത്തിയതുമാണ്. നമുക്കതിനെ ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന് പ്രധാനപ്പെട്ട കാരണം ഡാർക്ക് മാറ്ററിലൂടെ പ്രകാശം കടന്നു പോകുന്ന സമയത്ത് അത് അവിടെ ഉണ്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു തടസ്സവും സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ ഡാർക്ക് മാറ്ററുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ഗ്രാവിറ്റി മാത്രമായിരിക്കാം എന്ന് നമ്മൾ അനുമാനിക്കുന്നു. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഗാലക്സിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ഗാലക്സിയിൽ ആകെയുള്ള നമുക്ക് കാണാൻ കഴിയുന്ന നക്ഷത്രങ്ങളുടെ സാന്നിധ്യവും ഗാലക്സിയുടെ സെൻറ്ററിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ സാന്നിധ്യവും ഗാലക്സിയുടെ വലിപ്പവും ഒക്കെ നോക്കുമ്പോൾ മിൽക്കി വേയിലും ആൻഡ്രോമീഡയിലും ഒക്കെ നിറയെ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ്. ഈ ഡാർക്ക് മാറ്ററിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ നിന്ന് എക്സ്റേ വരുന്നു എന്നുള്ളതാണ് ഗവേഷകരെ കുഴപ്പിക്കുന്ന ചോദ്യം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ചില ഊഹാപോഹങ്ങളിലൂടെ ചില കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സ്റ്റെറൈൽ ന്യൂട്രിനോസ് എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് ഹൈപ്പോത്തറ്റിക്കൽ ന്യൂട്രിനോകളുണ്ട്. ന്യൂട്രിനോസ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ന്യൂട്രിനോസ് അധികം പദാർത്ഥങ്ങളായിട്ട് ഓവറായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല.
അതുപോലെ തന്നെ സ്റ്റിറൈൽ ന്യൂട്രിനോകൾ എന്ന് പറയുന്ന പ്രത്യേക ടൈപ്പ് ന്യൂട്രിനോകൾ ഡാർക്ക് മാറ്ററുകൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂട്ടിയിടിക്കുമ്പോൾ അനിഹിലേറ്റ് ചെയ്യുകയും ആ അനിഹിലേഷൻ്റെ ഫലമായിട്ട് രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നൊരു ഗവേഷണ പ്രബന്ധമുണ്ട്. അതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റാണ്, ഒരു ഐഡിയ ആണ്. ഇത്തരത്തിൽ ഡാർക്ക് മാറ്ററുകൾ ഒരുപാടുള്ള പ്രപഞ്ചത്തിൽ ഡാർക്ക് മാറ്ററുകൾ ഒരുപാട് നിൽക്കുന്ന ഗ്രാവിറ്റി മൂലം പിടിച്ചു നിൽക്കുന്ന ഭാഗങ്ങളിൽ പരസ്പരം കൂട്ടിയിടിച്ച് അനിഹിലേറ്റ് ചെയ്ത് സ്റ്റിറൈൽ ന്യൂട്രിനോകൾ ഉണ്ടാവുകയും ഈ സ്റ്റിറൈൽ ന്യൂട്രിനോകൾ എക്സ്റേയും മറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിലെ ഫോട്ടോണുകളുമായി കൺവെർട്ടായി പോവുകയുമാണ് ചെയ്യുന്നത് എന്നുള്ള അനുമാനത്തിൽ നിന്നാണ് ഡാർക്ക് മാറ്റർ കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ എക്സ്റേ കിരണങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്നു, അതും ഒരു സോഴ്സാണെന്നുള്ള ഗവേഷണം നടന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ ബ്ലാക്ക് ഹോളുകളെ പഠിക്കുന്നത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പഠനമാണ് ഡാർക്ക് മാറ്റർ, ഡാർക്ക് എനർജി പോലെയുള്ള അൺനോൺ വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ അവയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എക്സ്റേകളെക്കുറിച്ചുള്ള പഠനം ബ്ലാക്ക് ഹോളിലേക്ക് മാത്രം നീളുന്നതല്ല, പകരം പ്രപഞ്ചത്തിൽ ഇതുവരെ കാണാത്ത ഡാർക്ക് മാറ്ററിനെ കുറിച്ച് കൂടി പഠിക്കാനുള്ളതാണ് എന്നൊരു യാഥാർത്ഥ്യവും നമ്മൾ എക്സ്പോസാറ്റിനെ മെൻഷൻ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ വരുന്നുണ്ട്. അതായത് എക്സ്റേ ആസ്ട്രോണമി എത്രത്തോളം വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നും നമ്മൾ ഇതുവരെയും അധികം ഒബ്സർവ് ചെയ്തിട്ടില്ലാത്ത, അധികം കേട്ടിട്ടില്ലാത്ത തലങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടിയാണ് എക്സ്റേകളെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഏറ്റവും നിഗൂഢമായ രസകരമായിട്ടുള്ള ബ്ലാക്ക് ഹോൾ, നമ്മൾ ഇതുവരെയും അധികം കേട്ടിട്ടില്ലാത്ത ഡാർക്ക് മാറ്റർ, പ്രപഞ്ചത്തിൽ വളരെ വയലൻ്റ് ആയിട്ട് നിൽക്കുന്ന മാഗ്നെറ്റാർ, പൾസാറുകൾ, അങ്ങനെ ക്വാസാറുകൾ, അങ്ങനെ ഒരുപാട് വസ്തുക്കളുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പുറത്തേക്ക് വരുന്ന ഒരു ഹൈ എനർജറ്റിക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എക്സ്റേ എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഗാമാ റേ ബേഴ്സ്റ്റ് പോലെ എക്സ്റേ ബേഴ്സ്റ്റുകൾ ഉണ്ടാകാറുണ്ടോ എന്നുള്ള ചോദ്യം. ഭൂമിയിൽ നിന്ന് മനുഷ്യൻ ചൊവ്വയിലേക്ക് പോകുമ്പോൾ എക്സ്റേ കിരണങ്ങൾ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ള അടുത്ത ചോദ്യം. നമ്മൾ കൈക്ക് എന്തെങ്കിലും ഫ്രാക്ചറോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ ആശുപത്രിയിൽ പോയി എക്സ്റേ എടുക്കാറുണ്ട്. ഇങ്ങനെ എക്സ്റേ എടുക്കുന്ന സമയത്ത് നമുക്കറിയാം, എക്സ്റേ ടെക്നീഷ്യൻ പ്രധാനമായിട്ടും ലെഡ് കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ കവറിങ്ങിൻ്റെ ബാക്കിൽ നിന്നുകൊണ്ടായിരിക്കും എക്സ്റേ എടുക്കുക. അതെന്താ, എക്സ്റേ ടെക്നീഷ്യന് മാത്രം മതിയോ പ്രൊട്ടക്ഷൻ, നമുക്ക് വേണ്ട എന്ന് ചോദിക്കാം. നമ്മുടെ ശരീരത്തിൽ എക്സ്റേ വളരെ കുറഞ്ഞ രീതിയിൽ അടിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ല, ഒരു തവണയൊക്കെ, കാരണം എല്ലിൻ്റെ പടം എടുക്കാനാണല്ലോ. പക്ഷേ ഒരുപാട് തവണ എക്സ്റേ ശരീരത്തിൽ അടിക്കുന്നത് നല്ലതല്ല. കാരണം എക്സ്റേ എന്ന് പറയുന്നത് അൾട്രാ വയലറ്റ് റേഡിയേഷനേക്കാൾ ശക്തമായ എനർജിയുള്ള കിരണങ്ങളാണ്. UV റേസ് ഭൂമിയിലേക്ക് വന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഓസോൺ പാളികൾ ഇല്ലാതായാൽ അതുകൊണ്ടാണ് ദോഷമെന്ന് നമ്മൾ പറയുമ്പോൾ UVയേക്കാൾ ശക്തി കൂടിയൊരു കിരണത്തെ നമ്മൾ ഇത്രത്തോളം പുറത്തടിക്കുകയാണോ എന്നൊരു ചോദ്യം വരാം. അതെ, ഒരുപാട് എക്സ്റേ പുറത്തടിക്കാൻ പാടില്ല, എക്സ്പോഷർ ടൈം വളരെ കുറവായിരിക്കണം എന്നുള്ളൊരു കാര്യം ഉണ്ട്. ഭൂമിയിലേക്ക് അധികം എക്സ്റേ കിരണങ്ങൾ വരാത്തത് നമുക്ക് ശക്തമായ അന്തരീക്ഷം ഉള്ളതുകൊണ്ടാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. എന്നാൽ ഭൂമിക്ക് പുറത്തേക്ക് ഗവേഷകർ അല്ലെങ്കിൽ ആസ്ട്രോനോട്ടുകൾ പോകുമ്പോഴോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡുകൾ കുറവുള്ള ഭാഗത്തു കൂടി നമുക്ക് ഒരുപാട് കിരണങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ക്രോസ് ചെയ്ത് പുറത്തു പോകുന്ന സമയത്ത് മനുഷ്യന് പലതരത്തിലുള്ള പ്രൊട്ടക്ഷനുകൾ ആവശ്യമുണ്ട്. ചന്ദ്രനിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഏതാനും ദിവസങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ നമ്മൾ സ്പേസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വാഹനത്തിലോ ഇരിക്കുന്നുള്ളൂ എന്ന വസ്തുത കൊണ്ട് അധിക നേരം എക്സ്റേ നമ്മുടെ ശരീരത്തിൽ അടിക്കാറില്ല. അതുപോലെ തന്നെ അതിശക്തമായിട്ടുള്ള കോട്ടിങ്ങുകൾ വാഹനത്തിനുള്ളതുകൊണ്ട് ശരീരത്തിലേക്ക് എക്സ്റേ വന്ന് വീഴാനുള്ള ഒരു ഇൻറ്റൻസിറ്റി കുറവാണ്. വീഴില്ല എന്നല്ല, ഇൻറ്റൻസിറ്റി കുറവാണ്. ചന്ദ്രനിലൊക്കെ പോയിട്ട് വരാൻ എക്സ്റേ കിരണങ്ങൾ അടിക്കുന്നത് ഒരു തരത്തിൽ നമുക്ക് സ്പേസ് സ്യൂട്ടും വാഹനവും കൊണ്ട് മാനേജ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചൊവ്വയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. 6 മുതൽ 9 മാസം എടുക്കും സാധാരണ രീതിയിൽ ഇപ്പോഴാണെങ്കിൽ ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് യാത്ര തിരിക്കാൻ. ആ പോകുന്ന യാത്രയിലുടനീളം നമുക്ക് സ്പേസ് സ്യൂട്ട് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഒരു നോർമൽ ജീവിതം പോലെ ഏകദേശം 1 വർഷം അടുപ്പിച്ച് യാത്ര ചെയ്യുകയാണ്. ഒരുപാട് തരത്തിലുള്ള എക്സ്റേകൾ പ്രപഞ്ചത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ തന്നെ മെക്കാനിസങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ എക്സ്റേയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഷീൽഡിംഗ് ആണ്. ലെഡാണ് ഏറ്റവും ശക്തമായിട്ട് എക്സ്റേ തടഞ്ഞു നിർത്താൻ കഴിയുന്ന ഒരു പദാർത്ഥം. എന്നാൽ നമ്മുടെ സ്പേസ് സ്റ്റേഷനുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അലുമിനിയം കോട്ടിങ്ങും മറ്റും വച്ചൊക്കെയാണ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്റ്റീവ് ലെയറുകൾ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഔട്ടർ സ്പേസിൽ പോയി ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് പഠിക്കുക മാത്രമല്ല ലക്ഷ്യം. ഇനിയിപ്പോൾ ഇന്ത്യ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്നുണ്ടെങ്കിലും അതിനുള്ള മുൻകരുതലുകളായിട്ട് എക്സ്റേയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗാമ റേസ് എന്ന് പറയുന്നത് എക്സ്റേയേക്കാൾ ശക്തമായിട്ടുള്ള കിരണങ്ങളാണ്. ബ്ലാക്ക് ഹോളുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴോ ബ്ലാക്ക് ഹോളുകളും ന്യൂട്രോൺ സ്റ്റാറുകളും കൂട്ടിയിടിക്കുമ്പോഴോ അല്ലെങ്കിൽ ന്യൂട്രോൺ സ്റ്റാറുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴോ അതിശക്തമായിട്ടുള്ള പൾസാറുകളുടെ പെർപെൻഡിക്കുലറായിട്ടോ ഒക്കെ തന്നെ ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഗാമ കിരണങ്ങൾ പുറത്തേക്ക് വരാം. കാരണം അതിനകത്തുള്ള പദാർത്ഥങ്ങൾ വളരെയധികം ശക്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ ഫലമായിട്ടൊക്കെയാണ് എക്സ്റേകൾ പലപ്പോഴും ഉണ്ടാകുന്നത്. തെർമൽ എമിഷൻ, സിങ്ക്രോട്രോൺ എമിഷൻ, അങ്ങനെ പലതരത്തിലുള്ള എക്സ്റേ എമിഷനുകളുണ്ട്.
എന്നാൽ ഈ പറയുന്ന പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ബേഴ്സ്റ്റുകൾ, ഗാമാറേ ബേഴ്സ്റ്റുകളുടെ 200 ലൈറ്റ് ഇയർ ഡിസ്റ്റൻസിനകത്ത് ഏത് പദാർത്ഥം വന്നാലും അത് ഫ്രൈ ആയി പോകും. അത്ര ശക്തമാണ് ഗാമാ കിരണങ്ങൾ എന്ന് പറയുന്നത്. അധിക ദൂരം സഞ്ചരിക്കത്തുമില്ല, എന്നാൽ അതിശക്തമായിട്ടുള്ള ഊർജ്ജമുള്ള കിരണങ്ങളാണ് ഗാമാ കിരണങ്ങൾ. സ്വാഭാവികമായിട്ടും ഭൂമിക്ക് നേരെ ഒരു ഗാമാറേ ബേഴ്സ്റ്റ് ഉണ്ടായാൽ ഭൂമി ഇതുപോലെ കാണാൻ യാതൊരു മാർഗ്ഗവും ഇല്ല. മറൈൻ ജീവികൾ ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നശിച്ചു പോകാനാണ് സാധ്യത. നമ്മുടെ ഭൂമിയിൽ മുൻപ് 5 എക്സ്റ്റൻഷൻ ഈവൻറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഏതെങ്കിലുമൊക്കെ ഒന്ന് ഗാമാറേ ബേഴ്സ്റ്റ് കൊണ്ടുള്ളത് കൂടി ആയിരിക്കാം എന്നുള്ളൊരു വാദഗതി നിലനിൽക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഗാമാറേ ബേഴ്സ്റ്റിനെ കുറിച്ച് നമുക്ക് പിന്നീടൊരു വീഡിയോ ചെയ്യാം, വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട്. തൊട്ട് താഴെയുള്ള എക്സ്റേ ബേഴ്സ്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രപഞ്ചത്തിൻ്റെ പല കോണുകളിലും എക്സ്റേ ബേഴ്സ്റ്റുകൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. ടൈപ്പ് 1 എക്സ്റേ ബേഴ്സ്റ്റുകളുമുണ്ട്, ടൈപ്പ് 2 എക്സ്റേ ബേഴ്സ്റ്റുകളുമുണ്ട്. ന്യൂട്രോൺ സ്റ്റാറുകൾ കൂട്ടിയിടിക്കുമ്പോഴോ ബ്ലാക്ക് ഹോളുകൾ കൂട്ടിയിടിക്കുമ്പോഴോ പുറത്തേക്ക് വരുന്ന ടൈപ്പ് 1 എക്സ്റേ ബേഴ്സ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ വളരെ ശക്തമായിട്ടുള്ള, വളരെ വയലൻ്റ് ആയിട്ടുള്ള ടൈപ്പ് 2 എക്സ്റേ ബേഴ്സ്റ്റുകളും ഉണ്ട്. എന്നാൽ ഭൂമിക്ക് ഭീഷണിയാകുന്ന തരത്തിൽ, നമ്മുടെ ജീവനെ ബാധിക്കുന്ന തരത്തിലുള്ള എക്സ്റേ ബേഴ്സ്റ്റുകളൊന്നും നമ്മുടെ പരിസരത്തൊന്നുമില്ല എന്നും, നമ്മൾ പഠിച്ച പല പ്രധാനപ്പെട്ട എക്സ്റേ ബേഴ്സ്റ്റുകളുടെ സാന്നിധ്യവും 11,000 പ്രകാശവർഷമൊക്കെ അകലെയുള്ളതാണ് എന്നുമാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗാമാറേ ബേഴ്സിനെ കുറിച്ചും എക്സ്റേ ബേഴ്സിനെ കുറിച്ചും വളരെയധികം പേടിക്കേണ്ട ഒരു സാഹചര്യം ഭൂമി ഇപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിലില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ മനുഷ്യൻ്റെ ജിജ്ഞാസകൾ അവസാനിക്കുന്നില്ല. പുതിയ പല പഠനശാഖകളും ഉയർന്നു വരുന്നുണ്ട്. എക്സ്റേ ആസ്ട്രോണമി അധികം പഠനമില്ലാതെ കിടക്കുന്നൊരു മേഖലയായിരുന്നു. ഇന്ത്യ അതിൽ വളരെ പെട്ടെന്ന് ചുവടുവെച്ചു. നമുക്കൊരു ഒബ്സർവേറ്ററി തന്നെ 650 കിലോമീറ്ററിൽ 5 വർഷത്തോളം പ്രവർത്തിക്കാൻ പോവുകയാണ്. അതിൽ നിന്ന് ഒരുപാട് ഡാറ്റകൾ കിട്ടുന്നതിലൂടെ ബ്ലാക്ക് ഹോളിനെ കുറിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും ഭാവിയിൽ മനുഷ്യൻ ഭൂമി വിട്ട് പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികളെക്കുറിച്ച് ഉൾപ്പെടെ പഠിക്കാൻ നമുക്ക് സാധിക്കുന്നു. അങ്ങനെ 2024 പുതിയൊരു തുടക്കമാകുന്ന വർഷമായിട്ടാണ് ആക്ച്വലി ഈ എക്സ്പോസാറ്റിൻ്റെ ലോഞ്ചും അതിലൂടെ എക്സ്റേ ആസ്ട്രോണമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നിങ്ങൾക്ക് സുദീർഘമായ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റീവൈൻഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? നമ്മൾ ആദ്യം പറഞ്ഞത് എക്സ്റേയെക്കുറിച്ചാണ്. അതിൽ എക്സ്റേയുടെ കണ്ടുപിടുത്തത്തെക്കുറിച്ച് സംസാരിച്ചു. അതിനുശേഷം നമ്മൾ എക്സ്റേയുടെ സ്വഭാവ സവിശേഷത പഠിക്കുന്ന പോളറൈസേഷനെക്കുറിച്ചും പോളാരിമീറ്ററിനെക്കുറിച്ചും പിന്നെ നമ്മുടെ ഒബ്സർവേറ്ററിയെക്കുറിച്ചും നമ്മൾ മെൻഷൻ ചെയ്തു. എക്സ്റേ ആസ്ട്രോണമിയുടെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ പഠനത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. എക്സ്റേ ആസ്ട്രോണമിക്ക് നമ്മൾ കാരണമായ പ്രപഞ്ചത്തിലെ സോഴ്സുകളെക്കുറിച്ച് പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ട ബ്ലാക്ക് ഹോളിൽ നിന്ന് വരുന്ന എക്സ്റേകളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഡാർക്ക് മാറ്റർ അനിഹിലേഷനും എക്സ്റേ കിരണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ ഏറ്റവും വിപ്ലവകരമായിട്ടുള്ള PSLV C58 പോയ എക്സ്പോസാറ്റിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം എക്സ്റേകൾ ഭൂമിക്ക് പുറത്ത് മനുഷ്യനുണ്ടാക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് പറഞ്ഞു. എക്സ്റേ ബേഴ്സ്റ്റുകളെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്തു. അങ്ങനെ നിരവധി കാര്യങ്ങളെ ഒറ്റ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു 7,000 ലൈക്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ